السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നിങ്ങളിവിടെ നാഷണൽ വഖഫ് ഇജ്തിമാക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം വഖഫിനോ കാനഡ അവരും ഉൾപ്പെടുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. വഖഫിനോയുടെ അടിസ്ഥാനത്തിൽ ഒരു സവിശേഷമായിട്ടുള്ള പ്രാധാന്യം, അതായത് അവർ ഉൾപ്പെടുന്നു. അവരുടെ മാതാപിതാക്കൾ അവരുടെ ജനനത്തിന് മുമ്പായിട്ട് അവരെ തങ്ങളുടെ മക്കളെ സമർപ്പിക്കാൻ, വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്രതിജ്ഞ ചെയ്തവരാണ്. അവരെ പ്രായപൂർത്തിയെത്തിയതിന് ശേഷം നിങ്ങൾ സ്വയം തന്നെ തൻ്റെ ഈ പ്രതിജ്ഞയെ പുതുക്കുകയും ചെയ്തു. ഈ രീതിയിൽ മാതാപിതാക്കളുടെ ആ പ്രതിജ്ഞ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി തീർന്നിരിക്കുന്നു. ഞാനൊരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് നിർബന്ധ ബലപ്രയോഗമുള്ള ഒരു സംഗതിയല്ല, നിർബന്ധമുള്ള സംഗതിയല്ല. നിങ്ങൾ പ്രായപൂർത്തിയെത്തിയതിന് ശേഷം ജമാഅത്ത് എല്ലാ നിലയിലും എല്ലാ കുട്ടികളെയും അവർക്ക് തിരഞ്ഞെടുക്കാനുള്ള ഹക്ക് നൽകുന്നുണ്ട്. അവർ ഏത് മാർഗമാണോ തിരഞ്ഞെടുക്കുക, വഖഫിനോൻ്റെ സ്കീമിൻ്റെ വഖഫിനോയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. വഖഫിനോൻ്റെ പദ്ധതിയെ അതൊരു പാപമായി തീരുന്നില്ല. ആരും തന്നെ നിങ്ങളുടെ വഖഫിന് അത് മാതാപിതാക്കൾ ചെയ്തതാണ്. ഇത് അള്ളാഹു നമ്മൾ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രതിജ്ഞകൾ പാലിക്കുക എന്നുള്ളത്. ഇത് ദീനിൽ ഒരു തരത്തിലുള്ള ഫലപ്രയോഗവുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഈ തീരുമാനത്തിൽ വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ അത് പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു നിങ്ങൾ സത്യം പറയുക ഇക്കാര്യത്തിൽ, അതായത് നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത്. നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്, എന്നാൽ നിങ്ങൾ മറക്കരുത്, ഇത് ഒരു അഹമ്മദി എന്ന നിലയിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കുറയുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾ ബൈഅത്തിന്റെ നിബന്ധനകളിൽ എല്ലാ നിബന്ധനകളിലും നിങ്ങൾ പൂർത്തിയാക്കണം. അള്ളാഹുവിൻ്റെയും അവൻ്റെ സമഷ്ടികളിലുള്ള കടമകൾ നിറവേറ്റണം. നിങ്ങളിലുള്ള വഖഫിനോൻ്റെ പദ്ധതിയിൽ അതിൻ്റെ പ്രതിജ്ഞ പുതുക്കുന്നവർ പൂർണ്ണ അനുസരണത്തോടു കൂടിയിട്ട് ഈ പദ്ധതിയിൽ അവർ പങ്കെടുക്കേണ്ടതാണ്. അവർ പൂർണ്ണ ഉദ്ദേശത്തോടു കൂടിയിട്ട് ദൃശ്യത്തോടു കൂടിയിട്ട് അവർ തീരുമാനിക്കേണ്ടതാണ്. വഖഫിനോൻ്റെ എന്ന നിലയിൽ മറ്റ് അഹമ്മദികളേക്കാൾ ഉപരിയായിട്ട് തഖ്വയുടെയും നന്മയിലും നമ്മൾ മുന്നോട്ട് ഗമിക്കുന്നതാണ് എന്നത്. ഈ കാലഘട്ടത്തിൽ ഈ ഇസ്തിമാ അതിൻ്റെ ലക്ഷ്യം എന്നുള്ളത്
പ്രത്യേകമായിട്ടും അത് വഖഫിനവും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് വഖഫിനുകളുടെ അവരുടെ ഇന്ന് ഞാൻ പറയുന്നതാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു പ്രത്യേകതയെ സംബന്ധിച്ച് അത് നിങ്ങളുടെ അതിൻ്റെ ആത്മാവിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ പ്രായത്തിലെത്തുമ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാരുടെ വിവാഹം കഴിഞ്ഞവരുണ്ട്, കുട്ടികളുള്ളവരുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുള്ള സമയമാണ്. നിങ്ങളുടെ പ്രതിജ്ഞയെ അതിനെ പുലർത്തിക്കൊണ്ട് പൂർണ്ണ ആത്മാർത്ഥത കൂടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്. നിങ്ങളുടെ പ്രതീക്ഷകൾ എൻ്റെ പ്രതീക്ഷകൾ ഞാൻ ചുരുങ്ങി അവതരിപ്പിക്കുന്നതാണ്. മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകളിൽ അതെങ്ങനെയാണ് നാം നമ്മുടെ ദീനിയായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കേണ്ടത്, യഥാർത്ഥ നിലയിൽ വിശ്വാസികൾ ഉൾപ്പെടേണ്ടത്. വഖഫിനോൻ്റെ എന്ന നിലയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ രീതി, മനസ്സിൻ്റെ അതെങ്ങനെയുള്ളതായിരിക്കണം, അത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എങ്ങനെ നമ്മളങ്ങനെ പൂർണ്ണമായി അത് പ്രാവർത്തികമാക്കണം. പൂർണ്ണ ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മളത് മറ്റെല്ലാ അഹമ്മദികളെക്കാളും അധികമായി നമ്മൾ ചെയ്യണം. ഈ നിർദ്ദേശങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നവരാക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ അഹമ്മദി മുസൽമാൻ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ വഖഫിനോൻ്റെ എന്ന നിലയിലും അതിൻ്റെ പ്രതിജ്ഞകൾ പൂർത്തിയാക്കുന്നവരെ തരും. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടിസ്ഥാനമായ അധ്യാപനം തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വസിച്ചവർ ഉന്നത ധാർമ്മിക ഗുണങ്ങൾ അതിൻ്റെ നിലവാരം പൂർത്തിയാക്കുന്നവരാകണം എന്നുള്ളതാണ്. എല്ലാ സന്ദർഭത്തിലും നമ്മളത് പ്രകടിപ്പിക്കേണ്ടത്, നമ്മുടെ കർമ്മം കൊണ്ട് നമ്മളത് തെളിയിക്കേണ്ടതാണ്. ഒരിക്കലും തന്നെ അവർക്ക് കോപമോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള അഹങ്കാരമോ ഉണ്ടാവാൻ പാടില്ല. അവരുടെ സംസാരിക്കുന്ന രീതി, അവരുടെ കർമ്മരീതി വാസ്തവത്തിൽ ഒരു വിശ്വാസിയുടെ പോലെ ഉള്ളതായിരിക്കണം. ഒരിക്കലും തന്നെ അവരുടെ വികാരങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്നവരുടെ അത് പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ വ്രണപ്പെടുന്ന രീതിയിലാണ് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അധ്യാപനം നൽകിയത്. അള്ളാഹു ആഗ്രഹിക്കുന്നത് എൻ്റെ ജമാഅത്തിലുള്ള ആളുകൾ അവർ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് വെച്ചാൽ അവർ ധാർമ്മികമായ നിലയിൽ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. അതിനായി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അവരുടെ മാതൃക എന്നുള്ളത് മറ്റുള്ളവർ പോലും പിൻപറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ധാർമ്മികമായ അവസ്ഥയെ അതിന് ഉന്നത നിലവാരത്തിൽ എത്തിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയും ഈ ധാർമ്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഈ പുരോഗതി മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ നിങ്ങൾ പിൻപറ്റുന്ന രീതിയിലുള്ള, നിങ്ങളെ അനുസരിക്കുന്ന രീതി, നിങ്ങളെ മോഡലാവുന്ന രീതിയായിരിക്കണം. മറ്റുള്ളവർ മാതൃകയായിത്തീരുന്ന രീതിയിലായിരിക്കണം. വഖഫിനോൻ്റെ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾ മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിങ്ങൾ മസീഹ് അംഗീകരിച്ചവരാണ്. ഇസ്ലാമിൻ്റെ ഖിദ്മത്തിൽ മറ്റെല്ലാ ലക്ഷ്യങ്ങളെയും നിങ്ങൾ മറ്റുള്ളതിനും ഇസ്ലാമിൻ്റെ ലക്ഷ്യത്തെ നിങ്ങൾക്ക് മുന്തിക്കേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങളങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ലോകത്തിന് നിങ്ങളുടെ അമൽ അതിൽ ലോകത്തോട് നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ ഇബാദത്ത് അത് ഉന്നതമായിരിക്കണം. നിങ്ങളുടെ മതപരമായ അള്ളാഹുവിനുള്ള കടമകൾ നിർവഹിക്കുന്നവരാണ് നിങ്ങൾ. സമസൃഷ്ടിക്കാനുള്ള കടമ നിർവഹിക്കുക. നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വാസ്തവത്തിൽ വഖഫിനെന്ന നിലയിൽ നിങ്ങൾ കടമകൾ പൂർത്തിയാക്കുന്നവർ തീരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ അത്തരമൊരു മാതൃക നിലനാട്ടുക എന്നുള്ളത്, മാതൃക തീരുക എന്നുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ നിങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിൽ, അതായത് മറ്റുള്ളവരിൽ താല്പര്യം ജനിക്കുന്ന രീതിയിൽ അവർക്ക് മാതൃക തരേണ്ടതാണ്. അത് അവർക്ക് നിങ്ങളുടെ അമലിനെ അവർ മാതൃകയായി സ്വീകരിക്കുന്നവരാകേണ്ടതാണ്. നിങ്ങളുടെ ഈമാൻ ഒരിക്കലും ചഞ്ചലപ്പെട്ടു പോകരുത്. അള്ളാഹുവിൻ്റെ തൗഹീദ്, അള്ളാഹുവിൻ്റെ ആ സ്ഥാനത്തെ മക്കാമിനെ മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൽ ഒരു ഭയത്തിൻ്റെ അവസ്ഥ സംജാതമാക്കുന്നത്. അള്ളാഹുവിനെ അവൻ്റെ എല്ലാ താക്കത്തോടു കൂടിയിട്ടും
അവൻ്റെ മഹത്വത്തെ സംബന്ധിച്ചുള്ള ബോധം അത് മനുഷ്യഹൃദയത്തിൽ രൂഢമൂലമായിരിക്കണം. ഒരിക്കലും തന്നെ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഒരിക്കലും തന്നെ മനുഷ്യനിൽ ഒരു ആഗ്രഹം ഉണ്ടാവരുത്. അതായത് അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമാവുന്ന രീതിയിലുള്ള പ്രവർത്തനം അവനുണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ശുക്ർ നമ്മൾ ചെയ്തുകൊണ്ട് ശുക്രിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കണം. അതായത് അള്ളാഹുവെ എന്തൊക്കെ കഴിവുകൾ നൽകിയിട്ടുള്ളത് അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കുന്നതായിരിക്കും, യഥാർത്ഥ നന്മ ഞാൻ അവലംബിക്കുന്നതാണ് എന്ന് നമ്മൾ ഈ ചിന്ത നമ്മൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജമാഅത്തിലേക്ക് ലോകം നോക്കുമ്പോൾ അവർക്കത് കാണണം. മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ജമാഅത്തിൽ വിശ്വസിക്കുന്നവർ അവർ വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ ഭയമുള്ളവരും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ട് അവർ കർമ്മം തന്നെ അതിന് സാക്ഷി നൽകുന്നത്. മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം തന്നെ വിശ്വസിക്കുന്നവർക്ക് നൽകിയ അധ്യാപനം എന്താണെന്ന് വെച്ചാൽ അവർ തഖ്വയിൽ മുന്നിട്ട് നിൽക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഓരോ അമലും ഓരോ കർമ്മവും അത് വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ മഹബത്ത്, അള്ളാഹുവിനുള്ള സ്നേഹം, അള്ളാഹുവിൻ്റെ ഭയം അതിനനുസൃതമായിട്ടുള്ളതായിരിക്കണം. നമ്മുടെ ഓരോന്നും നമ്മുടെ ഭാവം അള്ളാഹുവിനെ കോപം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യരുത്. ഇതാണ് വാസ്തവത്തിൽ ഈ വിഷയമാണ് ഞാൻ വിവിധ രീതിയിൽ നമ്മുടെ ഖുതുബകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. തഖ്വ മാത്രമാണ് ദീനിൻ്റെ വേര് എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ വേര് എന്ന് പറയുന്നത്. നമ്മുടെ ഈമാൻ്റെ അടിസ്ഥാനവും അതുതന്നെയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പല സ്ഥലങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ, പല പ്രാവശ്യം തഖ്വയെ സംബന്ധിച്ച് നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓർക്കുക, നമ്മുടെ ഉള്ളിൽ യഥാർത്ഥ തഖ്വ സംജാതമാവുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയം അത് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ അമലും അതുപോലെ തന്നെ ആയിത്തീരുന്നതാണ്. നമ്മുടെ അമൽ, നമ്മുടെ കർമ്മം അതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ ഈമാൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ അമൽ, നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ വിശ്വാസം, ഇത് രണ്ടും അത് പരസ്പര പൂരകങ്ങളാണെങ്കിൽ, നമ്മുടെ കൗലിലും ഫീലിലും വൈരുദ്ധ്യമുണ്ടെങ്കിൽ അത് മുനാഫിഖത്താണ്. വാസ്തവത്തിൽ നാം അള്ളാഹുവിൻ്റെ അതൃപ്തി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അത് പാപമാണ്. അത് അള്ളാഹുവിൻ്റെ ക്രോധത്തിന് കാരണമായി തീരും. നിങ്ങൾ ഓർക്കുക, നാം എപ്പോഴും ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ വാസ്തവത്തിൽ ഈ ഉന്നത നിലവാരം പ്രാപിക്കാൻ ശ്രമിക്കുന്നവരാണോ? ഈ നിലവാരത്തെ നമ്മുടെ ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ള അടിസ്ഥാനത്തിൽ വല്ല കുറവും വന്നു പോയിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് ശേഷം നമ്മൾ പരിപൂർണമായി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നമ്മൾ ആത്മീയവും ധാർമ്മികവുമായ ഒരു വിപ്ലവം സംജാതമാക്കണമെന്ന് നിങ്ങൾ ഇപ്പോഴും തന്നെ ഹൃദയത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കുക. നമ്മൾ ഓരോ കർമ്മവും, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അത് വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ വേണ്ടിയുള്ളതായിരിക്കും. എപ്പോഴും ഓർക്കുക, നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം, പരിവർത്തനം അതിൽ നമ്മൾ താമസിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നാം എപ്പോഴും ഓർക്കുക, നമ്മൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളോട് പറയുന്നു, അള്ളാഹു നമുക്ക് ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യനൊരിക്കലും തന്നെ കഴിവുകളെ പാഴാക്കരുത്. മറിച്ച് അത് നൽകപ്പെട്ടിരിക്കുന്നത് അത് മുഖേന നമ്മളൊരു മഹത്തായ ആത്മീയമായിട്ടുള്ള ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. നാം എപ്പോഴും നമ്മുടെ കഴിവുകളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ദീനിൻ്റെ സേവനത്തിന് വേണ്ടി വഖഫ് ചെയ്യുകയാണ് വേണ്ടത്. നമ്മളെപ്പോഴും എല്ലാ വിധത്തിലുള്ള പാപത്തിൽ നിന്നും അധാർമിക പ്രവൃത്തിയിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. ഇന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ മിക്കപ്പോഴും ടെക്നോളജി അതുപോലെ തന്നെ നമ്മൾ പുരോഗതിയുടെ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ ഈ ടെക്നോളജി മുഖേന മനുഷ്യന് യഥാർത്ഥ പുരോഗതി ലഭിക്കുന്നതിന് പകരം നമ്മൾ മിക്കവാറും കാണുന്നത് ആ ടെക്നോളജി മുഖേന പല വിധത്തിലുള്ള തിന്മയിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്.
അതിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നതാണ്, പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് ഇൻ്റർനെറ്റ്, സോഷ്യൽ മീഡിയ, മറ്റ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരു തരത്തിലുള്ള അത് നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടെങ്കിലും പക്ഷേ എന്നാൽ പാപങ്ങൾക്കും അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. യുവാക്കളുടെ മനസ്സുകളെ അത് കളങ്കിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ലജ്ജയില്ലായ്മയും പലതരത്തിലുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ടെക്നോളജിയിൽ നമ്മുടെ സൃഷ്ടിയുടെ ഉദ്ദേശത്തിൽ നിന്ന് നമ്മൾ അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള വിനാശകരമായിട്ടുള്ള സംഗതികൾ അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കേണ്ടതാണ്. നമ്മുടെ ധാർമ്മികതയെ ബാധിക്കുന്ന കാര്യങ്ങൾ, അത് ടെക്നോളജിയുടെ ഫലമായി ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിൻ്റെ ദോഷഫലങ്ങൾ, അതിൽ രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് പറയുന്നത് നാം ഇത്തരത്തിലുള്ള നമ്മളെ വികാരത്തിന് അടിപ്പെടുന്നതിന് പകരം നമ്മൾ നമ്മുടെ വികാരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള ആ കഴിവുകളെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്. അത് വാസ്തവത്തിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഉടനെ തന്നെ അതിനുള്ള പ്രതിഫലം നൽകുന്നതായിരിക്കും. ഖുറാനിൽ അള്ളാഹു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും ഫലാഹ് എന്ന് പറയുന്ന വിജയം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്കുള്ളത്, വിശ്വാസികൾക്കുള്ളതാണ്. അതിനുവേണ്ടി അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ അധ്യാപനം എന്ന് പറയുന്ന നമസ്കാരം, അതിൻ്റെ അടിസ്ഥാനപരമായ സംഗതിയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നമസ്കാരങ്ങൾ അത് കാത്തു സൂക്ഷിക്കേണ്ടതാണ്, 5 നേരം നമസ്കരിക്കേണ്ടതാണ്. ഇതിൽ പൂർണ്ണമായിട്ടുള്ള ഹൃദയവികാരത്തോടു കൂടിയിട്ട് അത് പൂർണ്ണമായ നിലയിൽ വിനയത്തോടു കൂടി നമ്രശിരസ്കരായിക്കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ടതാണ്. മനുഷ്യൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ നമസ്കരിക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിലേക്ക് നമ്മൾ വരണം. ഓരോ നമസ്കാരവും തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്താപരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് അത് വാസ്തവത്തിൽ നമ്മളെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കേണ്ടതാണ്. എല്ലാ ആവശ്യങ്ങളെയും, എല്ലാ ആഗ്രഹങ്ങളെയും, അഭിലാഷങ്ങളെയും, എല്ലാവിധ ലക്ഷ്യങ്ങളെയും അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. നമസ്കാരം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ സ്വയം ഒഴുകുന്നണം. അള്ളാഹുവിൻ്റെ മുന്നിൽ മനുഷ്യൻ കുനിയേണ്ടതാണ്. അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു നിങ്ങളെ മുത്തഖീങ്ങളെ ദാസരെ ഉൾപ്പെടുത്തണമേ എന്ന് ദുആ ചെയ്യുക. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ എല്ലാ കഴിവുകളെയും അള്ളാഹു നിങ്ങൾക്ക് എല്ലാ കഴിവ് നൽകുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ സാമീപ്യവും ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ഇതാണ് വാസ്തവത്തിൽ വിജയത്തിൻ്റെ താക്കോലെന്ന് പറയുന്നത്. ഇതാണ് വിജയമാർഗം. ഇത് അവലംബിക്കേണ്ട ആവശ്യമാണുള്ളത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ജനങ്ങൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അവർ പ്രകടിപ്പിക്കാറുണ്ട്. അതിൽ ക്ഷമ ഉണ്ടാവില്ല, അവർക്ക് ക്ഷമ കാണിക്കാറില്ല. വഖഫനോ കുട്ടികൾ എന്ന നിലയിൽ ചെറിയ കാര്യങ്ങളിൽ പരാതിപ്പെടുക എന്നുള്ളത് അത് വാസ്തവത്തിൽ ഒരു വഖഫ് ചിന്തയുടെ ഭൂഷണമല്ല. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ അധ്യാപനം അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ അസ്വസ്ഥതകളും അത് എങ്ങനെയുള്ളതാണെങ്കിലും അതേത് നിലയിലുള്ളതാണെങ്കിലും അത് വാസ്തവത്തിൽ യഥാർത്ഥ അസ്വസ്ഥത എന്ന് പറയുന്നത് അതെങ്ങനെയുള്ളതായിരിക്കണം, അത് നമ്മൾ തഖ്വയുടെ മാർഗത്തിൽ ചരിക്കുന്നവരാണോ, അതായിരിക്കും നമ്മുടെ അസ്വസ്ഥതയുടെ നിലവാരം. നമ്മുടെ ആത്മീയാവസ്ഥയെ നന്നാക്കുന്നതിന് വേണ്ടി അതിനുള്ളൊരു അഭിവാഞ്ച, ഒരു വേദന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം മറ്റെല്ലാ സ്നേഹങ്ങളെക്കാളും അതിജീവിക്കുന്നതായി തീരുന്നില്ല എങ്കിൽ പിന്നീട് അല്ലെങ്കിൽ നമ്മുടെ വിജയവും ആ വിജയത്തിൻ്റെ മാർഗം അവനങ്ങനെ വിജയത്തിൻ്റെ മാർഗം അവലംബിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അധ്യാപനം നൽകുന്നു, ഒരു വ്യക്തി യഥാർത്ഥ തഖ്വ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന് വ്യക്തമായൊരു മാർഗം അവലംബിക്കേണ്ടി വരും.
ഉം. അതെന്താണ് ആ മാർഗമെന്ന് പറയുന്നത്? അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറയുന്നത് അടയാളപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് മനുഷ്യൻ ആത്മീയമായിട്ടുള്ള ശാന്തിയും സമാധാനവും സംതൃപ്തിയും കരസ്ഥമാക്കുക മാത്രമല്ല, അവൻ്റെ ആ സംതൃപ്തി അത് അവൻ്റെ അസ്തിത്വത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. വിശുദ്ധ ഖുർആൻ മനുഷ്യ ജീവിതത്തിൻ്റെ അത് കരസ്ഥമാക്കാൻ വേണ്ടി മനുഷ്യൻ പരിശ്രമിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ്റെ എല്ലാ അധ്യാപനങ്ങളിലും ആ അധ്യാപനങ്ങളനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ മഅറൂഫായിട്ടുള്ള മുൻകറായിട്ടുള്ള കാര്യങ്ങൾ മഅറൂഫല്ല, അത് വിധി നിഷേധങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അത് വ്യക്തമായിട്ട് വിധി നിഷേധങ്ങൾ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യൻ തൻ്റെ സത്തയിൽ, തൻ്റെ അസ്തിത്വത്തിൽ അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചീത്ത കാര്യങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന് കാണാൻ സാധിക്കും. അവനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചില യുവാക്കളിൽ ചില അപകർഷതാബോധം കാണാറുണ്ട്. അതായത് നമുക്ക് കുർബാന ചെയ്യേണ്ടി വരും, നമ്മുടെ മുആശറയിൽ സ്വീകരിക്കപ്പെടാൻ നമുക്ക് കുർബാന ചെയ്യേണ്ടി വരും. അങ്ങനെ എന്ന് മാത്രം നമ്മൾ നമ്മുടെ യഖീദയിൽ നിന്നുകൊണ്ട്, വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ നമ്മുടെ കർമ്മങ്ങൾ വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ചെയ്യുമ്പോഴാണ് വാസ്തവത്തിൽ അതുണ്ടാവുക. വിശുദ്ധ ഖുർആൻ്റെ ഓരോ കൽപ്പനയും അത് അങ്ങനെ തന്നെ നമ്മൾ പ്രാവർത്തികമാക്കുകയാണ് വേണ്ടത്. അപ്പോൾ മറ്റൊരു സന്ദർഭത്തിൽ അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അധ്യാപനം നൽകിയിരിക്കുന്നു. മനുഷ്യൻ്റെ ഹൃദയം, മനുഷ്യൻ്റെ മനസ്സ്, അത് വാസ്തവത്തിൽ എന്താണ് ശരിയായ മാർഗത്തിലായിത്തീരുന്നത്? അതെപ്പോഴാണെന്ന് വെച്ചാൽ മനുഷ്യൻ തഖ്വയിൽ മാത്രം ചരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അനിവാര്യമാണ് ഒരു വ്യക്തി തുടർച്ചയായിട്ട് തൻ്റെ അവസ്ഥകളെ പരിശോധിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്, തൻ്റെ ദൗർബല്യങ്ങളിൽ നിന്ന് പരിശോധിക്കുക എന്നുള്ളത് അവൻ അനിവാര്യമാണ്. അതുപോലെ തന്നെ ശരിയായ കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങൾ, നന്മയും തിന്മയും തമ്മിൽ അവൻ വിച്ഛേദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് തൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും അവൻ മാർഗനിർദ്ദേശം തേടേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുടെ വെളിച്ചത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ വിശ്വസിക്കുന്നവർക്ക് അധ്യാപനം നൽകിയത് ആ ഇൽമ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ യഥാർത്ഥ ഇൽമ്, അറിവ്, അത് തഖ്വ കൊണ്ടാണ് ലഭ്യമാകുന്നത്. പിന്നെ ആ ഹിക്മത്ത് അവന് ലഭിക്കുന്നു. അതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ യഥാർത്ഥം നൽകുന്ന ആ ഹിക്മത്തായിരിക്കും അത്. ഇത് മനുഷ്യന് അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ നമ്മുടെ ഓരോ അമലിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കേണ്ടതാണ്. ഒരു വ്യക്തി, നിരീശ്വരവാദിയായ ഒരു വ്യക്തി, അവനും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവും, അവന് ഭൗതികമായിട്ടുള്ള ആ വിജയം അവനും ലഭിക്കുന്നു. എന്നാൽ അവന് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് റഹ്നുമായി മാർഗദർശനം ലഭിക്കുന്നില്ല. അതുകൊണ്ട് അതൊരു പരിധി വരെ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു നിരീശ്വരവാദി, ഒരു യഥാർത്ഥ വിശ്വാസി ഒരേ വകുപ്പിൽ തന്നെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഒരു മുഅ്മിന് അള്ളാഹുവിൻ്റെ സഹായം കരസ്ഥമാക്കുന്നവനാണെങ്കിൽ അവന് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് അത് നിരീശ്വരവാദിക്ക് ലഭിക്കുന്നതായിരിക്കില്ല. വാസ്തവത്തിൽ അതിനേക്കാൾ ഉന്നതമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുക ഒരു വിശ്വാസിക്ക്. അതുകൊണ്ട് വാസ്തവത്തിൽ ജമാഅത്തിൽ ഒരു അസാധാരണ ഒരു ഉദാഹരണമുണ്ട്. ഡോക്ടർ അബ്ദുസ്സലാമിൻ്റെ ഉദാഹരണം നമുക്ക് എടുക്കാവുന്നതാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇൽമിൻ്റെ വകുപ്പിൽ, ഇൽമിൻ്റെ മേഖലയിൽ അദ്ദേഹത്തിനുണ്ടായ പുരോഗതി, വിജ്ഞാന മേഖലയിൽ അത് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വിജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുണ്ട്, റിസർച്ചിൽ പുരോഗതി പ്രാപിക്കുന്നവരുണ്ട്, പല മേഖലകളിൽ, വിവിധ വകുപ്പുകളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവരുടെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഇൽമിൽ, അറിവിൽ അവരുടെ ഭാഗം അത് അവർക്ക് പ്രത്യേകിച്ച് അത് അംഗീകരിക്കപ്പെട്ടതാണ്. ജമാഅത്തിന് വാസ്തവത്തിൽ ഒരുപാട് ആളുകളെ
ജമാഅത്ത് തയ്യാറാക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ആളുകളെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ, ദൈവത്തിൻ്റെ സത്യത്തെ ലോകത്തെ പ്രകടമാക്കുന്നവരായിരിക്കണം, ഇൽമിലും മുന്നോട്ട് ഗമിക്കുന്നവരായിരിക്കണം അവർ. അത്തരം ആളുകളെ ജമാഅത്ത് വാർത്തെടുക്കേണ്ടതാണ്. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഖലീഫത്തുൽ സാലിസിൻ്റെ കാലത്ത് നോബൽ പ്രൈസ് അബ്ദുസ്സലാം സാഹിബ് നൽകപ്പെട്ടപ്പോൾ അതിൽ ഖലീഫത്തുൽ സാലിസ് റഹ്മത്തുള്ളാഹി തആല ആ സമയത്ത് വലിയ ആഗ്രഹമായിരുന്നു അഹമ്മദി ഇങ്ങനെ ശാസ്ത്രത്തിൽ ഇത്തരം പുരോഗതി പ്രാപിക്കണം എന്നുള്ളത്. ഡോക്ടർ സലാമിൻ്റെ ഇതിൽ നടന്നുകൊണ്ട് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹത്തിന് മുഖേന ഉണ്ടാവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ പല രീതിയിൽ അദ്ദേഹം ശ്രമിക്കുകയുണ്ടായി. ഇങ്ങനെ ഇത്തരത്തിലുള്ള അത്തരമൊരു അന്തരീക്ഷം ഉണ്ടാവേണ്ട, അതായത് അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുകയും വിജ്ഞാന മേഖലയിൽ പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവാൻ അദ്ദേഹം അവരിന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിന് അള്ളാഹുവിൽ നിന്ന് എല്ലാം സ്വന്തം അധ്വാനം കൊണ്ടാണ് ലഭിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വാസ്തവത്തിൽ കപടതയാണ്. അത് കപട വിശ്വാസത്തിൻ്റെ ഒരംശമാണത്. മുഅ്മിൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ട് അവന് ദുആ ചെയ്യുന്നു, അവൻ കഠിനാധ്വാനം ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ രീതി. അതാണ് ഇങ്ങനെ ഈ രീതിയിൽ ഒരു അഹമ്മദി കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സാധാരണമായ നിലയിൽ കാരുണ്യം ചൊരിയുകയും അനുഗ്രഹം വർഷിക്കുകയും ചെയ്യുന്നതാണ്. അത് അവൻ്റെ യഥാർത്ഥ പുരോഗതിക്കുള്ള നിദാനമായി കാരണമായി തീരുന്നതാണ്. ഇൽമ് കരസ്ഥമാക്കുന്നത് സംബന്ധിച്ച് അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഒരുപാട് ഉലമാക്കൾ ദീനിൽ നിന്നിട്ട് തങ്ങൾ അഹങ്കാരം കൊണ്ട് അകന്നു നിന്നിരിക്കുന്നു. അത് മസീഹ് സ്വലാത്തു വസ്സലാം ഇത് സംബന്ധിച്ച് വളരെ അനിഷ്ടകരമായിട്ടാണ് കണ്ടത്. അതായത് ഡ്രൈ ആയിട്ട് വരേണ്ട ജ്ഞാനം, അത് ഇൽമ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അള്ളാഹുവിൽ നിന്ന് പ്രകാശിച്ചു കൊണ്ട് പ്രാപിക്കപ്പെടുന്നതാണ്. നിങ്ങൾ തെരിയ കണ്ടെത്തലുകളും ശാസ്ത്രവും കണ്ടെത്തുന്നതിന് വേണ്ടി ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പ്രചോദനം പ്രോത്സാഹിപ്പിക്കേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞു. അത് വാസ്തവത്തിൽ അത് വിശുദ്ധ ഖുർആൻ്റെ വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ശാസ്ത്രീയവുമായിട്ടുള്ള അത് ദീനിയായിട്ടുള്ള ഇൽമ കൂടാതെ യഥാർത്ഥ മതത്തിൽ, അതായത് പല മതങ്ങളെയും കാഴ്ചപ്പാടിൽ ശാസ്ത്രവിജ്ഞാനം തങ്ങളുടെ മതത്തിനെതിരായിട്ടുള്ളതാണ് എന്നുള്ളതായിരുന്നു. നിരീശ്വരവാദികൾ ഇതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ മനസ്സിലാക്കുകയുണ്ടായി സയൻസും മതവും രണ്ടാണ് എന്നുള്ളത്, പരസ്പര പൂരകങ്ങളല്ല എന്നുള്ളത്. എന്നാൽ വാസ്തവം എന്താണെന്ന് വെച്ചാൽ അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഇതിനെ വളരെ വ്യക്തമായി പറഞ്ഞത്, ശാസ്ത്രീയ വിജ്ഞാനം എന്ന് പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് ദീനി വിജ്ഞാനം എന്നുള്ള പറയുന്നത് അത് നമ്മുടെ അപകർഷതാബോധത്തോടെ അതിനെ നമ്മൾ കാണരുത്. അത് യുക്തിയോടും അതുപോലെ തന്നെ ലോജിക്കോടും കൂടിയിട്ട് അത് വാസ്തവത്തിൽ അത് ആകാശത്ത് നിന്നിട്ടാണ് വരുന്നത്, അത് അള്ളാഹുവിൽ നിന്നിട്ടാണ് വരുന്നത്. അത് മനുഷ്യന് അത് പ്രകാശം നൽകുന്നു. അത് മനുഷ്യൻ അതുകൊണ്ട് അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഒരു ഉദാഹരണം നൽകുകയുണ്ടായി. വിണ്ണിൽ നിന്ന് അത് മഴയിറങ്ങുമ്പോൾ, ആ സമയത്ത് ഭൂമിയിൽ മഴ വർഷിക്കപ്പെടുമ്പോൾ ആ ഭൂമി ഫലഭൂയിഷ്ടമായിത്തീരുന്നു, അത് പച്ചിളപ്പുള്ളതായിത്തീരുന്നു, അത് സുന്ദരമായിത്തീരുന്നു, അതിൽ പച്ചിളിപ്പുണ്ടാകുന്നു. അതേ മഴ അത് ഏതെങ്കിലും വരണ്ട സ്ഥലത്ത് ആണെങ്കിൽ, ഒരു വല്ല പർവ്വതത്തിലൊക്കെ ആണെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ, അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം പറയുന്നു, ഈ ഹക്കീക്കത്താണ് വാസ്തവത്തിൽ മറ്റുള്ള ആകാശത്തു നിന്ന് ദൈവത്തിൽ നിന്ന് പ്രകാശിക്കുന്നവരും ഒരാൾ ആത്മാർത്ഥമായിട്ട് ദൃഢവിശ്വാസം വെക്കുകയാണ് അള്ളാഹു ഖാലിഖു മാലിക്കാണ് എന്ന്, സൃഷ്ടാവാണ് എന്ന്. സയൻസിനെ അത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ മനസ്സിലാക്കാനുള്ള മാർഗമായി മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹു അങ്ങനെയുള്ള ആളുകളുടെ ബുദ്ധിയെ അത് അവർക്ക് പ്രകാശം നൽകുകയും അവർ പ്രദീപ്തമാക്കുകയും അങ്ങനെ അവർ ഈ വിജ്ഞാന മേഖലയിൽ മുന്നോട്ട് ഗമിക്കുകയും ചെയ്യുന്നതാണ്. അത് ദൈവത്തിൽ നിന്ന് ഈ റേഷണം
പ്രകാശിപ്പിച്ചുകൊണ്ട് അത് മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ മുല്ലാക്കളെ സംബന്ധിച്ച് അവരെ ഗണ്ണിക്കുകയാണ് ചെയ്തത്. അതായത് സയൻസും മതവും ശാസ്ത്രവും അത് പരസ്പരം പൂരകങ്ങളല്ല എന്നത് പരസ്പര വിരുദ്ധമാണ് എന്നുള്ളത് അവർ ഗണ്ണിക്കുകയാണ് മസീഹ് മൗഊദ് സ്വലാത്തു ചെയ്തത്. വാസ്തവത്തിൽ ഈ ഫിലോസഫി അതുപോലെ തന്നെ ആ ഭൗതിക വിജ്ഞാനവും അവർക്ക് അപകർഷതാ ബോധമുണ്ടായി ഇത് മതത്തിന് വേണ്ടി എതിരാണ് എന്നുള്ളത്. അങ്ങനെ അവർ ചിന്തിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വന്നത്. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അത് ശാസ്ത്രീയ വിജ്ഞാനം കരസ്ഥമാക്കുക മാത്രമല്ല അതോടൊപ്പം തന്നെ തെളിയിക്കുന്നതിന് വേണ്ടി ദീനിൽ നിന്ന് അതിന് മാർഗദർശനം തേടുകയും ചെയ്യേണ്ടതാണ്. ഈ ചാലഞ്ചാണ് വാസ്തവത്തിൽ ഇത് എല്ലാ വഖഫനവും മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് നിരീശ്വരവാദികൾ സയൻസിനെ അത് അള്ളാഹുവിനെതിരായിട്ടുള്ള സംഗതിയാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങൾ ഇതിനെതിരായിട്ട് സയൻസിനെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ തെളിയിക്കുന്ന രീതിയിൽ അതിൻ്റെ പോസിറ്റീവ് രീതിയിൽ അവതരിപ്പിക്കുകയാണ് വേണ്ടത്. മതത്തിൻ്റെ എതിരെ നടത്തപ്പെടുന്ന ആരോപണങ്ങൾ അതിനെ ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുഖേന അത് ഇസ്ലാമിൻ്റെ സത്യത നമ്മൾ പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്, തെളിയിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഏത് വകുപ്പാണെങ്കിലും നിങ്ങൾ ഏതൊരു വകുപ്പിലാണെങ്കിലും നിങ്ങൾ അതിൻ്റെ ഉന്നത അവസ്ഥയിലെത്തുന്ന അതിൻ്റെ അറിവിൻ്റെ ഉന്നതിയിൽ നിങ്ങൾ എത്തണം. നിങ്ങൾ ഏത് വകുപ്പിലാണ് നിങ്ങൾ ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ ആ സംഗതി നിങ്ങളത് വ്യക്തമാക്കുക. അതായത് നിങ്ങൾ എന്ത് അറിവാണ് നേടിയത്, നിങ്ങൾ എന്താണോ നിങ്ങൾ കണ്ടെത്തിയത് അത് അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടാണ് നിങ്ങളത് ഈ സയൻസിൻ്റെ ഈ യഥാർത്ഥ കാര്യം അള്ളാഹുവിൻ്റെ അത് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഇൽമിൻ്റെ അറിവ് കരസ്ഥമാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അത് ആ അറിവ് നേടൽ അതിൽ നിങ്ങൾ അഹങ്കാരം ഉണ്ടാക്കുന്നതാവരുത്. മസീഹ് സ്വലാത്തു വസ്സലാം വളരെ ജാഗ്രതപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ തങ്ങളുടെ ഇൽമിൽ സ്വയം തന്നെ സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് അവർ അറിവ് അള്ളാഹുവിനോട് അടുപ്പിക്കുന്നതിന് പകരം അവർ മനസ്സിലാക്കുന്നത് സയൻസും മതവും അത് പരസ്പരം പൂരകങ്ങളല്ല എന്നുള്ളതാണ്, പരസ്പരം കോമ്പാറ്റിബിൾ അല്ല എന്നുള്ളതാണ്. അങ്ങനെ അവർ മതത്തിൽ നിന്ന് അവരകന്നു പോകാൻ തുടങ്ങുന്നു. ഹുസൂർ പറയുന്നു, ഓർക്കുക, ഈ താക്കീത് നമ്മളെപ്പോഴും നമ്മളിൽ ഒരിക്കലും അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ അറിവ് കരസ്ഥമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇബാദത്തിൻ്റെ കടമകൾ അത് നമ്മൾ പൂർത്തിയാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇതാണ് പ്രധാന സംഗതി. ഈ സംഗതി നിങ്ങൾ ഒരിക്കലും തന്നെ 5 നേരം നമസ്കാരത്തിൽ ഒരു നമസ്കാരവും അത് നിങ്ങൾ വിട്ടുപോകരുത്. വിശുദ്ധ ഖുർആൻ നിത്യവും പാരായണം ചെയ്യുന്നവരായി തീരുക. അത് മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളും നിങ്ങൾ നിത്യവും പാരായണം ചെയ്യുക. അതുകൂടാതെ ജമാഅത്തിൻ്റെ മറ്റ് ലിറ്ററേച്ചറുകൾ, അത് ദീനി ഗ്രന്ഥങ്ങൾ അത് വായിക്കുക. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ ദീന് നമ്മിൽ നിന്ന് നമ്മുടെ ഉന്നതമായ ധാർമ്മികമായിട്ടുള്ള ഒരു നിലവാരമാണ് ആവശ്യപ്പെടുന്നത്. അത് പ്രകടമാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബക്കാരുടെ സ്നേഹത്തോടുകൂടി പെരുമാറുക. എപ്പോഴും ആ സ്നേഹം നമ്മുടെ വീടുകളിൽ പ്രകടമായിക്കൊണ്ടിരിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലും ഒരു സന്തോഷവും ശാന്തിയും ഉണ്ടാവേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വഖഫനോ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ ഫസല് അത് കാണപ്പെടേണ്ടതാണ്. അതുപോലെ ജമാഅത്തിൻ്റെ ഒന്നുകിൽ പ്രവർത്തകരായിരിക്കും. തഖ്വയിൽ നിങ്ങൾ തഖ്വയുടെ മാർഗങ്ങളിൽ ചുവടുവെക്കുന്നവരായി തീരണം. നമ്മുടെ വീട്ടിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് അത് ദീനി ആയിരിക്കണം, ആത്മീയമായിരിക്കണം. ഇജ്തിമാ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ അധ്യാപനം എല്ലാ തരത്തിലുള്ള വിജയവും കരസ്ഥമാക്കുന്നതിന് തഖ്വ ആണ് അതിൻ്റെ പേര്. അതുകൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ അവസരത്തിൽ അത് എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ ശ്രമിക്കുക
തഖ്വ സ്വായത്തമാക്കാൻ നാം ശ്രമിക്കുക. അത് മുഖേന അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും നമ്മൾ അങ്ങനെ അള്ളാഹുവിൻ്റെ ദൈവകൽപ്പനകൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ സാധിക്കുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നാം ദുനിയാവിനെ നമ്മൾ സ്വർഗ സമാനമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾക്ക് വേണ്ടിയും അത് നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ ശാന്തിക്കും സമാധാനത്തിനും അത് നിമിത്തമായി തീരും. അത് നിങ്ങൾ മറ്റുള്ളവർക്കൊരു മാതൃകയായിരിക്കും. അങ്ങനെ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ വഖ്ഫിനൗവിൻ്റെ ആ പ്രതിജ്ഞ പൂർത്തിയാക്കുന്നവരായി തീരുകയുള്ളൂ. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ ഈ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രാവർത്തികമാക്കുന്നവരെ തീരട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കരസ്ഥമാക്കുന്നവരെ തീരട്ടെ. അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമായി തീരട്ടെ. അള്ളാഹു നിങ്ങൾ അങ്ങനെ ആക്കി തീർക്കട്ടെ. അള്ളാഹു എപ്പോഴും നിങ്ങളെ മനുഷ്യർക്ക് വേണ്ടി പ്രയോജനപ്രദമായ അസ്തിത്വങ്ങളായി ആക്കി മാറ്റുമാറട്ടെ. നിങ്ങൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് അത് പൂർത്തിയാക്കുന്നവരാട്ടെ. നിങ്ങളുടെ സേവനങ്ങളും അത് നിങ്ങളുടെ കർമ്മങ്ങളിൽ നിന്നും പ്രകടമാകട്ടെ. ദുആ ചെയ്യുക. ദുആ. ആമീൻ. കാനഡയിലെ എൻ്റെ ഹാജറി 1018 വഖ്ഫിനൗ ഇവിടെ 2200 ഇവിടുത്തെ വഖ്ഫിനൗ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.